പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൊക്കെ ചെറുപ്പക്കാർ മുഴുവൻ ഒരു ക്രൈം നടന്നാൽ പോലും ആ ക്രൈമിൽ ഉൾപ്പെട്ട ആളുകളുടെ മതം നോക്കിയാണ് അതിൻ്റെ താഴെയുള്ള പ്രതികരണങ്ങൾ മുഴുവനും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്ന് ഊഹിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വർഗീയത നിറഞ്ഞ, വർഗീയത പറയാൻ ഒരു മടിയുമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ നാടിനെ അപകടത്തിലാക്കുന്ന പ്രവണതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യൂത്ത് കോൺഗ്രസ് എന്ന യുവജന സംഘടന ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെയാണ് കാണുന്നത്. കേരളത്തിൻ്റെ സമാധാന ജീവിതത്തിനും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിനെയും തകർക്കാൻ സംഘടിതമായ ശ്രമങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതിനെതിരായി ചെറുപ്പക്കാരെ അണിനിരത്തി വർഗീയതയ്ക്കെതിരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ നാളെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം വരെയുള്ള ഒരു ക്യാമ്പയിനാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത്. നാളെ വട്ടിയൂർക്കാവിലെ സ്വാതന്ത്ര്യ സ്മൃതി മന്ദിരത്തിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപം വരെ നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഒരു ചെറിയ പദയാത്ര, അതിനുശേഷം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഐക്യസമ്മേളനം എന്നിവയാണ് നാളത്തെ പ്രോഗ്രാം. മുൻ KPCC പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ K. മുരളീധരൻ MP ആണ് വട്ടിയൂർക്കാവിൽ നിന്ന് പദയാത്രയെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. പ്രശസ്ത സംവിധായകനും മലയാളിയുടെ അഭിമാനവുമായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നാളെ പാളയത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഐക്യസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. തിരുവനന്തപുരത്തെ പദയാത്രയ്ക്ക് ശേഷം കേരളത്തിലെ ബാക്കി 13 ജില്ലകളിലും സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും പങ്കെടുക്കുന്ന പദയാത്രകൾ ഇതേ മുദ്രാവാക്യമായി ഇന്ത്യ യുണൈറ്റഡ് എന്നാണ് ഈ ക്യാമ്പയിന് ഞങ്ങൾ പേര് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യ യുണൈറ്റഡ് എന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി 14 ജില്ലകളിലും ഞങ്ങൾ പദയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ പദയാത്രകൾക്കൊപ്പം 14 ജില്ലകളിലും ഐക്യ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിലെ പ്രമുഖരായ ആളുകൾ ഐക്യത്തിൻ്റെ ആഹ്വാനവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുമനസ്സ് ഒരേപോലെ ഒരുമിച്ച് നിന്ന് പ്രതികരിക്കേണ്ട ആവശ്യമെന്നുള്ള നിലക്ക് തന്നെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 14 ജില്ലകളിലും എത്തുന്ന ഒരു പ്രഭാഷണ പരമ്പര, ഒരു ലെക്ചർ സീരീസ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. വ്യത്യസ്ത വിഷയങ്ങളിലെ വിഷയവിദഗ്ധർ, സബ്ജക്റ്റ് എക്സ്പേർട്സ് പങ്കെടുക്കുന്ന സെമിനാറുകൾ, ലെക്ചർ സീരീസാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. 14 വിഷയങ്ങളിൽ കാലികമായ ഈ കമ്മ്യൂണൽ ഹെയ്റ്ററിൻ്റെ പ്രചരണത്തിൻ്റെ തടയേണ്ടതിൻ്റെ ആവശ്യകതയും വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും സംഘടിതമായ IT സെല്ലുകളിൽ നിന്നെല്ലാം പ്രചരിപ്പിക്കുന്ന പരിധിയില്ലാത്ത ഈ വർഗീയതയുടെ വിഷലിപ്തമായ പ്രചരണത്തിൻ്റെ ഉറവിടം, അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഗവൺമെൻറ് ഈ വർഗീയ ഫാസിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ നടത്തുന്ന ഇടപെടലുകൾ, പ്രതികരണങ്ങൾ, രാജ്യത്തിൻ്റെ അസറ്റ്സ് ഉൾപ്പെടെ വിറ്റ് തുലക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം, മറ്റ് ജനകീയ പ്രശ്നങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൾപ്പെടെയുള്ള ചരിത്രത്തിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതൃത്വത്തെ, മഹാരഥന്മാരെ ഒഴിവാക്കാൻ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ കേരളത്തിലെ ഉൾപ്പെടെ, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തെ വിസ്മയമായി കാണുന്നവരും, ലഹരിക്ക് മതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും, ഇന്ത്യ മതരാഷ്ട്രമാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം എതിരായിട്ടുള്ള ജനമനസ്സുകളെ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ സബ്ജക്റ്റ് എക്സ്പേർട്സ് വന്ന് ഈ ലെക്ചർ സീരീസിനെ നയിക്കും. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 140 അസംബ്ലികളിലും 140 നിയോജകമണ്ഡലങ്ങളിലും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഐക്യ സദസ്സുകൾ സംഘടിപ്പിക്കുവാനും യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ 14
കേരളത്തിലെ 1000 മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ 1000 പ്രാദേശിക പദയാത്രകൾ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ത്യ യുണൈറ്റഡ് എന്ന തീമിൽ തന്നെ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ സംഘടിപ്പിക്കുവാനും യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 1,00,000 ഭവനങ്ങളിൽ ഗാന്ധി നെഹ്റു സ്മൃതിയും സ്ഥാപിക്കാൻ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു. വർഗീയതയെ ചെറുക്കുന്നതിന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല 2 ഐക്കൺ തന്നെയാണ് ഗാന്ധിയും നെഹ്റുവും എന്നുള്ളത് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. സംഘപരിവാറും BJP ഭരണകൂടവും അതൊക്കെ വിസ്മൃതിയിലാഴ്ത്താൻ നടത്തുന്ന പാഴ് ശ്രമങ്ങൾക്കെതിരെ യുവജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തുന്ന ഒരു പോരാട്ടമായി ഈ ക്യാമ്പയിനെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഭരണാധികാരികളും പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന ആളുകളും അവരവരുടെ നിലപാടുകൾ കൊണ്ടും പ്രസ്താവനകൾ കൊണ്ടും സമൂഹത്തിൻ്റെ ഐക്യം തകരുന്നു എന്ന തരത്തിലുള്ള അതിന് പ്രേരണയാവുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് നിർഭാഗ്യകരമാണ്. അതിൽ ചേരി തിരിഞ്ഞ് സമൂഹത്തിൽ യുവജനങ്ങളെ ഉൾപ്പെടെ തമ്മിൽ അടുപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങളിലും ഇതിനെല്ലാം പിന്നിൽ സംഘപരിവാറിൻ്റെ അജണ്ടകൾ പലപ്പോഴും വ്യക്തമാവുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കൂട്ടർ താലിബാൻ ഉൾപ്പെടെ വിസ്മയമാണെന്നും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പോരാട്ടമാണെന്നും താലിബാൻ ബോംബ് കൊണ്ടും തോക്കുകൊണ്ടും നടത്തുന്ന പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണെന്നും അംഗീകരിക്കേണ്ട ഒന്നാണെന്നുള്ള പ്രചരണങ്ങളും നടത്തുന്നു. ഇതെല്ലാം കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചിരുന്ന ഐക്യത്തെ തകർക്കാൻ കാരണമായേക്കാവുന്ന ഒന്നാണ്. ഒരു മതേതര യുവജന സംഘടന എന്നുള്ള നിലക്ക് യൂത്ത് കോൺഗ്രസ് ഇതൊരു ദൗത്യമായൊരു ഉത്തരവാദിത്വമായി കാണുന്നു. വർഗീയതയ്ക്കെതിരായിട്ടുള്ള അഗ്രസീവായ ഇൻറ്റൻസീവായ ഒരു ക്യാമ്പയിനായി ഇന്ത്യ യുണൈറ്റഡിനെ മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ യുവജനങ്ങളുടെ പിന്തുണ, പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾ നിങ്ങളിലൂടെ അഭ്യർത്ഥിക്കുന്നു. ഒക്ടോബർ 2 തിരുവനന്തപുരം, അതുപോലെ തന്നെ ഒക്ടോബർ 8 പത്തനംതിട്ട, 9 കാസർഗോഡ്, 13 ആലപ്പുഴ, 22 വയനാട്, 23 കണ്ണൂർ, 29 കൊല്ലം, 30 എറണാകുളം, 31 കോഴിക്കോട്, നവംബർ 3 കോട്ടയം, നവംബർ 4 ഇടുക്കി, 5 തൃശ്ശൂർ, 6 പാലക്കാട്, നവംബർ 8 മലപ്പുറം എന്നീ ഡേറ്റുകളിലാണ് 14 ജില്ലകളിലെ പദയാത്രയും ഐക്യസമ്മേളനങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ സംസ്ഥാന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് പുറത്ത് ഫാസിസത്തോട് പോരാടുന്ന നിരവധി വ്യക്തിത്വങ്ങൾ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നും കോൺഗ്രസിലേക്ക് പുതുതായി യുവജനങ്ങൾക്ക് ആവേശമായി കടന്നു വന്നിട്ടുള്ള കനയ്യകുമാർ, ജിഗ്നേഷ് മേവാനി ഉൾപ്പെടെയുള്ള യുവജന നേതാക്കന്മാർ അവരെല്ലാവരും പല ഘട്ടങ്ങളിലായി ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകും. അവരെല്ലാവരും പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. പതിനാലിന് 1000 പ്രാദേശിക പദയാത്രകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരേ ദിവസം കേരളത്തിലുടനീളം 1000 പ്രാദേശിക പദയാത്രകൾ നടത്തുകയാണ്. നവംബർ 7 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 1,00,000 ഭവനങ്ങളിൽ ഗാന്ധി നെഹ്റു സ്മൃതി സ്ഥാപിക്കാനും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഒരു തുടർ പ്രക്രിയ, ഈ ക്യാമ്പയിൻ ഈ ദിവസങ്ങളിലേക്കാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ പോലും കപട ദേശീയത എടുത്തണിയുന്നവർ നാട്ടിൽ വിഭാഗീയതയുണ്ടാക്കി രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിന് എതിരായി യുവജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്ന കണ്ടിന്യൂസ് പ്രോഗ്രാമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിനുശേഷം നവംബർ 26 മുതൽ അംബേദ്കറുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യത്തെ പുതിയ യുവജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്ന, പരിചയപ്പെടുത്തുന്ന ഒരു ക്യാമ്പയിൻ നവംബർ 26 മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്.
അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ഘട്ടത്തിൽ പറയാം. 3 മണിക്കാണ് വട്ടിയൂർക്കാവിൽ നിന്ന് ആരംഭിക്കുന്നത്. 6 മണിയോടുകൂടി രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുമ്പോൾ പാർട്ടിക്കകത്ത് ഒരുപാട് ചർച്ചകളും അഭിപ്രായങ്ങളും ഉയർന്നു വരാറുണ്ട്. മറ്റൊരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകുമ്പോൾ ആ ചർച്ചകൾ തൽക്കാലത്തേക്ക് മരവിച്ച് ആ വിജയത്തിന് ശേഷം കിട്ടിയ അവസരങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പിന്നെ മുന്നോട്ട് പോകുന്ന പതിവാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. യാഥാർത്ഥ്യബോധത്തോടെ അതിനെ സമീപിച്ചാൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് പരാജയം ഉണ്ടാകുമ്പോൾ സംഘടനാപരമായ ദൗർബല്യങ്ങൾ കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആവുകയാണ്. നമ്മൾ എതിരിടുന്ന ഒരു വലിയ മെഷീനറി സാമ്പത്തികമായും സംഘടനാപരമായും വലിയൊരു ഫോഴ്സിനെയാണ് നമ്മൾ എതിരിടുന്നത്. പാർട്ടിയുടെ സംരക്ഷണയിൽ കഴിയുന്ന, പാർട്ടിയുടെ ചെലവിൽ കഴിയുന്ന പെയ്ഡ് ജീവനക്കാരുള്ള വലിയൊരു സംവിധാനത്തെ വളരെ നാച്ചുറലായി ഓർഗാനിക്കായി മാത്രം നേരിടുന്ന ഒരു ശൈലിയിൽ നിന്ന് ഫുൾ ടൈമേഴ്സിന് എല്ലാ തലത്തിലും ആവശ്യമായ ഒരു സംഘടനാ സാഹചര്യം അനിവാര്യമാണെന്ന് ഈ പരാജയം ബോധ്യപ്പെടുന്നുണ്ട്. അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും താഴെ തട്ടിൽ സംഘടനാ സംവിധാനം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ യൂത്ത് കോൺഗ്രസും ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ ജില്ലാ പര്യടനങ്ങൾ ഇപ്പോൾ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, കാസർഗോഡ് തുടങ്ങിയ ഫുൾ ഡേ ജില്ലാ പര്യടനങ്ങൾ ഞങ്ങളിപ്പം പൂർത്തീകരിച്ചു. ഇന്നാക്റ്റീവായിട്ടുള്ള വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാത്ത ആളുകളെ, മണ്ഡലം കമ്മിറ്റികളെ പ്രത്യേകിച്ച് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഭാരവാഹികളിൽ നിന്ന് ഒഴിവാക്കലുകൾ ഉണ്ടായി. പദവികൾ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ഒരു പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നെ അടുത്ത ഒരു ചേഞ്ച് വരുന്നത് വരെ, കമ്മിറ്റിയിൽ മാറ്റം വരുന്നത് വരെ ജോലി ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ പദവിയിൽ തുടരുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടുവരാറുണ്ട്. ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുത്താൻ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ജില്ലാ കമ്മിറ്റികളുടെ സഹായത്തോടെ നേരിട്ട് താഴെത്തട്ടിലെ പ്രവർത്തനം റിവ്യൂ ചെയ്യാം. അത് ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഉണ്ടാവണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടാനും ആഗ്രഹിക്കുക. യുവജന പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിലും DCC പ്രസിഡന്റുമാരുടെ പട്ടികയിൽ അങ്ങനെ ഒരു പ്രാതിനിധ്യം ഒട്ടുമില്ല എന്നല്ല, പക്ഷെ വേണ്ടത്ര ഒരു പരിഗണന യുവാക്കൾക്ക് കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. PCC ഭാരവാഹികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും യുവജന പ്രാതിനിധ്യം ആ അർത്ഥത്തിലുണ്ടാവും. പാർട്ടി ഭാവിയിലേക്കുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ ഭാവിയിലേക്കുള്ള തീരുമാനത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിലെ ചെറുപ്പക്കാർക്ക് കൃത്യമായ റോള് വഹിക്കാനുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഇപ്പോഴത്തെ തീരുമാനങ്ങൾ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാവണമെങ്കിൽ, നിക്ഷേപമാവണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗം യുവജനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വനിതകളും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുന്ന ആളുകളെയും അതുപോലെ തന്നെ അർഹിക്കുന്ന പ്രാധാന്യത്തോടും പരിഗണനയോടും അവരെ കൂടെ ഉൾപ്പെടുത്താനുള്ള ജാഗ്രത തീർച്ചയായിട്ടും ഈ വരുന്ന പട്ടികക്കകത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അത് വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. അക്കാര്യത്തിൽ പലരും കാണിച്ചൊരു മൗനം, അറ്റ്ലീസ്റ്റ് എല്ലാവരും ഇറങ്ങി നിന്ന് ഇത്തരം വിഭജനത്തിലേക്ക് കേരളീയ പൊതുസമൂഹം പോകരുതായിരുന്നു എന്ന് പറയേണ്ട ആളുകൾ പോലും പാലിച്ചൊരു മൗനം, പണ്ട് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ മോശപ്പെട്ട ആളുകളുടെ ക്രൂവൽറ്റിയേക്കാൾ സമൂഹത്തിന് പലപ്പോഴും അപകടം ചെയ്യുന്നത് നല്ല ആളുകളാണെന്ന് പറയപ്പെടുന്നവരുടെ മൗനമാണെന്ന് പറഞ്ഞ പോലെ ഇത്തരം വലിയൊരു അപകടം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴെങ്കിലും എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒരു കോൾ
ഐക്യവും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്താൻ, ഈ വിഭാഗീയത പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന മുഴുവൻ ആളുകളുടെ ഭാഗത്തു നിന്നും അത്തരമൊരു അഭ്യർത്ഥന കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വേണമായിരുന്നു. പലരും കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ മടിച്ചു. അല്ല, UDF-നകത്ത് പൊതുവെ എടുത്ത സമീപനം സമുദായങ്ങൾ തമ്മിൽ സമൂഹത്തിൽ ഒരുമിച്ച് പോകണം എന്നുള്ള മെസ്സേജാണ് UDF ഈ വിഷയത്തിൽ എടുക്കാൻ ശ്രമിച്ചത്. കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും ആ ദിശയിലേക്കുള്ള ഇടപെടലാണ് നടത്തിയത്. കേരളത്തിൽ പൊതുവെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുവെ അംഗീകരിച്ചതുമാണ്. ഏത് നേതാവാണെങ്കിലും, ഏത് മതത്തിൻ്റെ അധ്യക്ഷ പദവികളിലിരിക്കുന്ന ആളുകളാണെങ്കിലും, ഏത് സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണെങ്കിലും, ഏത് ഭരണാധികാരിയാണെങ്കിലും ഈ സമാധാനം ഐക്യം തകർക്കാൻ ചിലപ്പോൾ ഒരു പ്രസ്താവന മതിയായിരിക്കും. മറിച്ചൊരു പ്രസ്താവന കൊണ്ട് അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ഞങ്ങൾ എല്ലാ മതത്തിലുമുള്ള ഇത്തരം പ്രവണതകൾ എടുത്തണിയുന്ന ആളുകൾക്കെതിരെ ദൈവത്തെ സംരക്ഷിക്കാൻ ഇവരെല്ലാവരും കൂടെ വിശ്വാസ സംരക്ഷണത്തെ മാറ്റി നിർത്തി പല ഘട്ടങ്ങളിലും വർഗീയ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പോലെയാണ് നവമാധ്യമങ്ങളിലൊക്കെ പലരും പ്രതികരിക്കുന്നത്. അത് അപകടകരമായ പ്രവണതയാണ്. ഞങ്ങളുടെ ഈ ക്യാമ്പയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞങ്ങൾ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ ഹെയ്റ്റ് ക്യാമ്പയിനെതിരായിട്ട് തന്നെയാണ്. പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ ഉത്ഭവം പലപ്പോഴും ഫേക്ക് ഐഡികളിൽ നിന്നാണ്. വ്യാജ ഐഡികളിൽ നിന്ന് പടച്ചുവിടുന്ന ഹെയ്റ്റ് മെസ്സേജസ് പിന്നെ ഏറ്റെടുക്കുന്നതും പിന്നെ പ്രചരിപ്പിക്കപ്പെടുന്നതും ഒക്കെ പലപ്പോഴും ഒറിജിനലായിട്ടുള്ള ആളുകളിൽ കൂടിയാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ സർക്കാർ നടത്തേണ്ട ഒരു ഇടപെടലിനകത്ത് കാര്യമായിട്ടുള്ള കുറവുണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. CPM-ഉം സർക്കാരും ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ പാലിച്ചൊരു മൗനം ഈ വിഷയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ വരുമെന്ന് നോക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താമെന്നുള്ളതാണ്. BJP പതിവ് പോലെ സുവർണാവസരമായിട്ട് ചാടി വീഴാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ പറയപ്പെട്ട ആശങ്ക പരിഹരിക്കുന്നതിന് വസ്തുതകൾ കൊണ്ട് മറുപടി പറയാൻ കഴിയാവുന്ന ഒന്ന് സർക്കാരിനാണ്. ഇവിടെ വേറൊരു സമൂഹത്തിൻ്റെ മേലെ ആരോപിക്കുന്ന അല്ലെങ്കിൽ സംശയങ്ങളുടെ മുൾമുനയിൽ നിന്ന് വേറൊരു സമൂഹത്തെ മാറ്റി നിർത്താൻ യാഥാർത്ഥ്യം കൊണ്ടും വസ്തുത കൊണ്ടും നിയമപരമായി ഇടപെടാൻ കഴിയാവുന്നതും സർക്കാരിനായിരുന്നു. പക്ഷെ സർക്കാരും CPM-ഉം ആദ്യഘട്ടത്തിൽ പാലിച്ച മൗനം ഇഷ്യൂ എങ്ങനെ ഡെവലപ്പായി അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ബെനിഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കലായിരുന്നു. ഇപ്പോൾ UDF പൊതുവെ ഇത്തരമൊരു വിഷയം ഉണ്ടായി കാണാനോ ഈ ഒരു ഡിവിഷൻ വർദ്ധിച്ചു കാണാനോ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള നിലപാട് UDF-നില്ല. യൂത്ത് കോൺഗ്രസ് ഓപ്പണായി തന്നെ ഈ ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ മതങ്ങളുടെ പേരിൽ ചെറിയൊരു ന്യൂനപക്ഷം നടത്തുന്ന ഈ വർഗീയ പ്രചരണങ്ങളെ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ലാതെ തന്നെ എതിർക്കാനും ആഗ്രഹിക്കുകയാണ്. അത് കോൺഗ്രസ് പാർട്ടിയോടും യൂത്ത് കോൺഗ്രസിൻ്റെ നയം അത് തന്നെയാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഒരു വിപത്തിനെ സ്ട്രോങ് ആയി ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് നാടിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നിലപാട് തന്നെയാണ്. ഇത് നല്ലതായിരുന്നു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം രാഷ്ട്രീയ കേരളം ഈ വിഷയത്തെ ഗൗരവമായി കണ്ട് ഈ ഹെയ്റ്റ് ക്യാമ്പയിനെതിരായി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിലപാടെടുക്കുന്നു എന്ന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ ഒരു നല്ല അവസരമായിട്ട് തന്നെയായിരുന്നു ആ ഒരു സർവകക്ഷി യോഗത്തെ ഞങ്ങൾ കണ്ടത്. അത് വിളിക്കാതെ സർക്കാർ എന്തുകൊണ്ട് പിൻവാങ്ങി എന്നുള്ളത് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രശ്നം ഡെവലപ്പ് ആവുന്നതിനെ തടയാനുള്ള ബോധപൂർവമായ ഒരു ഇൻ്റർഫിയറൻസും ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത.
UDFിന്റെ ഈ വിഷയത്തിൽ ഇതുവരെയുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുണ്ടായ പ്രതികരണങ്ങൾ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് ഇത്തരം വിഷയങ്ങൾ നാടിൻ്റെ ഐക്യത്തെ തകർക്കരുത് എന്ന് ലാക്കാക്കിയും ലക്ഷ്യമാക്കിയും തന്നെയാണ് UDFും കോൺഗ്രസും ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അത് UDFിൻ്റെ എക്കാലത്തെയും നയവുമാണ്, നിലപാടുമാണ്. അതിന് മറിച്ചൊരു തീരുമാനം UDFിന് ഉണ്ടാവുമെന്ന് കരുതേണ്ട ഒരു സാഹചര്യവുമില്ല. ഇപ്രാവശ്യം പരക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടത് കോൺഗ്രസിൻ്റെ ഇടപെടലുകൾ തന്നെയായിരുന്നു ഈ വിഷയത്തിൽ. എല്ലാവരെയും കണ്ട് പ്രശ്നങ്ങൾ വഷളാവാതെ വലുതാക്കാതെ നോക്കണം എന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് കൊടുത്തിരുന്ന സമീപനം. അദ്ദേഹം അതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടിയിട്ടില്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, 4-5 തവണ ഞാനവിടെ പോയിട്ടുണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിരുന്നു. ഡോക്ടറാണെന്നുള്ള വ്യാജേനയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തത്. ആ അർത്ഥത്തിൽ തന്നെയാണ് സന്ദർശിച്ചിട്ടുള്ളത്. അതിന് റിസൾട്ട് ഉണ്ടാവാതായപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് നിർത്തിയത്. മറ്റേത് ഒരു കാര്യത്തെ സംബന്ധിച്ചും ഓപ്പണായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. വളരെ ഓപ്പണായിട്ട് തന്നെ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെയും അദ്ദേഹം നേരിട്ടു. പക്ഷെ ഇവിടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്തരം തട്ടിപ്പുകാരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകാൻ എല്ലാവിധ ഇൻപുട്ടുമുള്ള ഒരു സംവിധാനം മോൻസന്റെ കാൽക്കൽ വാലാട്ടുന്നവരായി മാറിയതിൻ്റെ അപകടമാണ് ഈ തട്ടിപ്പ് ഇത്രനെ വളർത്തിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കേരളത്തിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് മോൻസന്റെ രക്ഷാധികാരിയായിട്ടാണ് ഈ കാലയളവിൽ പ്രവർത്തിച്ചത് എന്ന് അവിടെ സന്ദർശിച്ച ആളുകളുടെ റാങ്ക് ആൻഡ് ഫയൽ, ആ സന്ദർശിച്ച ആളുകൾ ഇഡിക്കയച്ച പരാതിയുടെ 15 ദിവസം കഴിയുമ്പോഴത്തേക്കും പോലീസിന്റെ ബീറ്റ് സംവിധാനം വരെ അവിടെ ആരംഭിക്കാൻ കൊടുത്ത ഉത്തരവുകൾ അതെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ശ്രീ ബെഹ്റ ഉൾപ്പെടെയുള്ള ആളുകൾ, മുൻ DGP ബെഹ്റ ഉൾപ്പെടെയുള്ള ആളുകൾ അവരായിരുന്നു മോൻസന്റെ രക്ഷാധികാരികൾ. തട്ടിപ്പുകാരനാണെന്ന് അറിയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കത്ത് ഇടിക്ക് അന്വേഷണത്തിന് അയച്ചിട്ട് പിന്നെ ദിവസം കഴിയുന്നതിന് മുമ്പ് എറണാകുളത്തും അതുപോലെ തന്നെ ചേർത്തലയിലും പോലീസ് ബീറ്റ് സ്ഥാപിക്കാനെടുക്കുന്ന തീരുമാനം അത് യുക്തി കൊണ്ട് ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. അത് വിധേയത്വമായിരുന്നു. മോൻസന്റെ അടിമകളെ പോലെയാണ് കേരളത്തിലെ പോലീസ് സംവിധാനം പെരുമാറിയത്. ഇത്തരമൊരു തട്ടിപ്പുകാരനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ കേരളീയ പൊതുസമൂഹത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും കൊടുക്കേണ്ടതിന് പകരം ലഭിച്ച വിവരം ഇവിടെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെ ഇഡിക്കൊരു കത്തയച്ച് അവിടെ അടച്ചു വെച്ചിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പോലീസിന്റെ സംരക്ഷണം അവിടെ ഏർപ്പെടുത്തി കൊടുത്തവർ അവരാണ് ഈ ദുരന്തം നാടിനുണ്ടാക്കിയ ആളുകൾ എന്ന കാര്യത്തിന് സംശയം വേണ്ട. അല്ല, അദ്ദേഹം പറഞ്ഞത് സ്കിന്നിനെ സംബന്ധിച്ച് തന്നെയാണല്ലോ. കണ്ണിന്റെ ഇവിടുത്തെ സ്കിൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റിനും എനിക്കും നിങ്ങൾക്കും ഒക്കെ ആളുകൾ നമ്മളോട് ഇടപഴകുന്നതിലും പെരുമാറുന്നതിലും നമുക്ക് അറിവുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇൻഫർമേഷൻ, ഇന്റലിജൻസും സംവിധാനവും ഇൻഫർമേഷനും ഉള്ള ആളുകൾ വാളും കിരീടവും ചൂടി സിംഹാസനത്തിൽ ഇരിക്കുന്ന ചിത്രം വെച്ചിട്ടാണല്ലോ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. ഈ തട്ടിപ്പിന് വിശ്വാസ്യത ഉണ്ടാക്കിയത് ഒരിക്കലും KPCC പ്രസിഡന്റിനെയും മറ്റാരുടെയും സന്ദർശനത്തിന്റെ പേരിലല്ല. ഈ തട്ടിപ്പിന് മുഴുവൻ മോൻസൺ വിശ്വാസ്യത ഉണ്ടാക്കിയത് കേരളത്തിലെ പോലീസ് ഉന്നതരുടെ സാന്നിധ്യവും സപ്പോർട്ടും കൊണ്ടാണ്. മോൻസനുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പരാതികൾ അതേപോലെ പകർപ്പ് മോൻസന്റെ കയ്യിലേക്ക് എത്തുന്നത് പോലീസിന്റെ വിവരമില്ലാതെയാണോ? ചേർത്തല സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി കൊടുത്ത പരാതി നേരെ മോൻസന്റെ കയ്യിലേക്ക് എത്തിയതിനെ സംബന്ധിച്ച് ആ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടില്ലേ?
പിന്നെ ഇവിടെ KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പരാതി പറയുന്ന ആളുകൾ, ഇപ്പോ അനിത എന്താ സ്ത്രീയുടെ പേര് പറഞ്ഞു, അവര് പറഞ്ഞു അവർക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, പിണറായി വിജയനെ കണ്ടിട്ട് മാതൃകയായിട്ടാണ് രാഷ്ട്രീയത്തോട് താല്പര്യം തോന്നിയത് എന്നുള്ളതാണ്. ആ ഒരു താല്പര്യം തോന്നിയപ്പോഴത്തേക്കും കേരളത്തിലെ DGP വരെ മോൻസന്റെ അടുക്കലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന സ്വാധീനം അവരെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെ ഉണ്ടായത്? അപ്പൊ ഈ തട്ടിപ്പിന്റെ കഥ, തിരക്കഥ, സംഭാഷണം കേരള പോലീസും സംവിധാനം മോൻസനുമാണ് എന്നുള്ളതാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ DGP, അതിനോടൊപ്പം മാധ്യമങ്ങൾക്കും അതിനകത്ത് അറിഞ്ഞോ അറിയാതെ ഒരു പങ്കുണ്ട്. ഒരു മുഖ്യധാര പത്രം, ആ പത്രത്തിൻ്റെ സൺഡേ എഡിഷനിൽ ഫുൾ ഡേ മോൻസനെ കുറിച്ചുള്ള ആർട്ടിക്കിളായിരുന്നു. പല ചാനലുകളും യൂട്യൂബ് പേജുകളും മുഖ്യധാര ചാനൽ ഉൾപ്പെടെ ഫീച്ചർ എടുത്തതാണ്. അപ്പോൾ KPC പ്രസിഡന്റ് അടക്കമുള്ള നമ്മളിവിടുത്തെ പൊതു രംഗത്തുള്ള ആളുകൾ വിശ്വസിക്കുന്നത് പത്രവും വായിച്ചും ചാനൽ കണ്ടിട്ടുമാണ്. അപ്പോൾ ഇതിന് കളക്റ്റീവായിട്ട് അതിനകത്ത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പിന്നെ ഇതിന് മുന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജാഗ്രത മാധ്യമങ്ങളും കാണിക്കേണ്ടായിരുന്നൊരു അഭിപ്രായം യൂത്ത് കോൺഗ്രസിന്. അല്ല, അത് ഒളിച്ചോട്ടമില്ലല്ലോ. KPC പ്രസിഡന്റ് എത്ര തവണ മാധ്യമങ്ങളെ കണ്ടു? എത്ര ദിവസം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചർച്ചകളിൽ ഉണ്ടായി, യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചകളിൽ ഉണ്ടായി. ആ ചർച്ചകളിലെല്ലാം പങ്കെടുത്തിട്ടും കണ്ടിട്ടും നേരിട്ട് പറഞ്ഞിട്ടും ഇവിടുത്തെ പോലീസ് സംവിധാനം ഈ തട്ടിപ്പിന് ഒരുക്കിക്കൊടുത്ത പിന്തുണയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് പകരം അത് പൊളിറ്റിക്കലായിട്ട് എങ്ങനെ KPC പ്രസിഡന്റിന്റെ തലയിൽ വെക്കാമെന്നുള്ള ഗവേഷണം ചില കോണുകളിൽ നിന്നെങ്കിലും നടക്കുമ്പോൾ പറയാനുള്ളത് മുഴുവൻ ക്രിസ്റ്റൽ ക്ലിയർ ആയി പറഞ്ഞ് ഇനി ഏത് അന്വേഷണവും നടത്താമെന്നും പറഞ്ഞ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടും കഴിഞ്ഞിട്ട് പിന്നെയും KPC പ്രസിഡന്റിന്റെ പേരിലേക്ക് ചർച്ച കൊണ്ടുവരാൻ നടക്കുന്ന ശ്രമങ്ങളിൽ അതിൽ പങ്കാളികളാവേണ്ട ആവശ്യം കോൺഗ്രസിനില്ല എന്നേ ഉള്ളൂ. ഒരിക്കലും ഈ വിഷയത്തിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടിയിട്ടില്ല. ഈ കാലയളവിൽ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായ വരുമാന വർധനവ് വരെ അന്വേഷിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇത്തരം തട്ടിപ്പുകളിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഷെയർ ഇവരെല്ലാം പറ്റിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഒരു FIR പോലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാതെ, ഇപ്പോൾ ഡോക്ടറല്ല വ്യാജൻ, ഇവൻ +2 പോലും പാസ്സായിട്ടില്ല എന്നുള്ള അറിയിപ്പ് സംശയം നേരത്തെ പോലീസിന് തോന്നിയിരുന്നു എന്നറിഞ്ഞിട്ട് പോലും ഒരു FIR കേരളത്തിലിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് പകരം അവിടെ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത ചേർത്തലയിൽ എന്തായിരുന്നു മോൻസനും കേരളത്തിലെ പോലീസിനും സംരക്ഷിക്കാനുണ്ടായിരുന്നത്? എന്ത് അമൂല്യമായ നിധിശേഖരമായിരുന്നു, എത്ര വർഷം പഴക്കമുള്ള എന്തായിരുന്നു അവിടെ എടുത്തു വെച്ചിരുന്നത്? അപ്പൊ ഈ തട്ടിപ്പിന്റെ, ഞാൻ ആവർത്തിക്കുന്നു, കഥ, തിരക്കഥ, സംഭാഷണം കേരളത്തിലെ പോലീസും ഇതിന്റെ സംവിധാനം മോൻസനുമാണ്. DGP റാങ്കിലുള്ള ആളുകളെ വരെ ഈ തട്ടിപ്പിന് മോൻസൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. 25-ാം തീയതി ഇദ്ദേഹത്തിന്റെ തട്ടിപ്പിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ട് 15-ാം തീയതി ആകുമ്പോഴത്തേക്കും 2 കേന്ദ്രങ്ങളിലും പോലീസിന്റെ ബീറ്റ് സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുന്നത് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കലല്ലാതെ എന്താണ്? കേന്ദ്ര ഏജൻസി ഏത് അന്വേഷണം നടത്തണമെങ്കിലും ഇവിടുന്ന് വെറൊരു കത്തയച്ചാൽ മാത്രം പോരല്ലോ. ഒരു FIR പോലും ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഭരിക്കുന്നത് മുഴുവൻ ക്രിമിനലുകളാണ് എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇത്തരം കാര്യങ്ങളിൽ മോൻസൺ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നു. ജയിലിനകത്ത് കൊടിസുനിയെ പോലുള്ള ക്രിമിനലുകൾ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നു. ജയിലിനകത്തുനിന്ന് പോലും കൊട്ടേഷൻ എടുക്കാൻ ക്രിമിനലുകൾക്ക് അവസരം. കേസ് നടത്താൻ സർക്കാരിന്റെ പണം, കേസ് നടത്താൻ സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരുന്നു. ഇതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കേസ് വന്നപ്പോൾ ഈ ഗവൺമെന്റ് ഡെമോക്രസിക്ക് കൊടുക്കുന്ന ഡെഫിനിഷൻ ഓഫ് ദ ക്രിമിനൽസ്, ഫോർ ദ ക്രിമിനൽസ് ആൻഡ് ബൈ ദ ക്രിമിനൽസ് എന്നാണ് എന്ന് ഞങ്ങൾക്ക് നേരത്തെ പറയേണ്ടി വന്നത്. റഷീദിന് ഫോൺ കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയും പ്രമേയം പാസ്സാക്കിയിട്ടില്ല.
റഷീദ് എന്നല്ല ഏത് ക്രിമിനലിന്റെ കയ്യിലും ഫോണും അത്തരം സംവിധാനങ്ങളും ഉണ്ടാവരുതെന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ അത് മറന്ന് ഇവരെ അഴിഞ്ഞാടാൻ അവസരമൊരുക്കി കൊടുത്തതിന്റെ പരാജയമാണത്. കോൺഗ്രസിന്റെ ഒരു ഘടകവും ജയിലിൽ കിടക്കുന്ന ഒരു നേതാവിനും ഫോൺ ഉൾപ്പെടെയുള്ള ഒരു സൗകര്യവും ഒരു മുൻ കോൺഗ്രസ് അനുഭാവിക്കും ഒരു ഫെസിലിറ്റിയും ഒരുക്കി കൊടുക്കാൻ ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആനുകൂല്യം ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നുമില്ല. ഒരാൾക്കും അത് നൽകരുത് തന്നെയാണ്. ജയിലിനകത്ത് നിന്ന് കൊട്ടേഷൻ എടുക്കുക, സ്വർണ്ണക്കടത്തിന്റെ പ്രതികളെ സംരക്ഷിക്കുക, എല്ലാ കൊട്ടേഷൻകാർക്കും പിന്തുണ കൊടുക്കുക, അവർക്ക് പാർട്ടിയുമായിട്ടുള്ള ബന്ധം, അവർക്ക് വേണ്ടി പാർട്ടിയും നേതാക്കന്മാരും ഈ പറയുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ പോയി കണ്ടത് ആരൊക്കെയാണെന്ന് കേരളത്തിന് അറിയാലോ. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ. കേരളത്തിലെ പോലീസ് സ്വതന്ത്ര ഇന്ത്യയിൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇതുപോലെ ക്രിമിനൽ വൽക്കരണം കേരളത്തിലെ പോലീസിൽ നടന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. കേരളത്തിലെ പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിന്റെ പിതാവാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഈ അന്വേഷണം എവിടെ എത്തുക? ഇപ്പോഴുള്ള DGPയുടെ ഉൾപ്പെടെയുള്ള പേരുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉയർന്നു കേൾക്കുകയല്ലേ. വിജിലൻസിന്റെ ഡയറക്ടറെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഒരു ജ്വല്ലറിക്കാരൻ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് കേട്ടിരുന്നു. ഒരു ജ്വല്ലറിയിൽ നിന്ന് ജ്വൽസ് വാങ്ങിയിട്ട് 5% പ്രൈസും 95% ഡിസ്കൗണ്ടും വാങ്ങിയെന്നാണ് ജ്വല്ലറിക്കാരനും. 5% വിലയും 95% ഡിസ്കൗണ്ടും വാങ്ങി എന്നാണ് പറയുന്നത്. ഇടുക്കിയിൽ ഒരു അന്വേഷണത്തിനുണ്ടായിരുന്ന ആളെ ആ സമയത്ത് എറണാകുളത്തേക്ക് മാറ്റിയതിനെ സംബന്ധിച്ച് വരെ ആക്ഷേപങ്ങൾ ഉണ്ടാവുക. കേരളത്തിലെ പോലീസ് ഈ തരത്തിൽ നടത്തിയ ഒരു അന്വേഷണവും ഇവരാരും കൊടുത്ത സഹായത്തെ പുറത്തു കൊണ്ടുവരാൻ പര്യാപ്തമാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഇതിനകത്ത് നടക്കണം. ഇതൊരു പോലീസ് സ്പോൺസേഡ് തട്ടിപ്പ് കൂടിയാണ്. ആ അനിത എന്ന് പറയുന്ന ഈ കേസിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീ ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു, 2 IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം അവരിടപെട്ടിട്ടാണ് തീർത്തു കൊടുത്തതെന്നുള്ളത്. കേരളത്തിലെ പോലീസിംഗ് സിസ്റ്റത്തെ ഈ തട്ടിപ്പുകാർക്ക് പണയം വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ 2 IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം തീർക്കാൻ ഇവർക്കെന്താ റോള്? ഇവരോട് DGP ബെഹ്റ പറഞ്ഞു എന്നാ പറയുന്നത്, ഇനി അവിടെ പോകരുത് അല്ലേ, ഇനി അവിടെ പോകരുത്, അവിടെ വേറെയും സ്ത്രീകളുണ്ട്, അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ഇവരെ വാൺ ചെയ്തു ബെഹ്റ എന്നാ പറയുന്നത്. അവർ തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വാണിംഗ് അവർക്ക് മാത്രം കൊടുത്താൽ മതിയോ കേരളത്തിന്റെ DGP? കേരളീയ പൊതുസമൂഹത്തിന് അറിയണ്ടേ, നിയമ സംവിധാനങ്ങൾക്ക് അറിയണ്ടേ ഇങ്ങനെ അപകടകരമായ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്? അപ്പോൾ ഇതില് മോൻസനാണ് 1ാം പ്രതിയെങ്കിൽ ആ പ്രതിയുടെ രക്ഷാധികാരികളും ഇതിന്റെ സ്പോൺസർഷിപ്പും കേരളത്തിന്റെ പോലീസിനാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ഉന്നതരായ റാങ്ക് ആൻഡ് ഫയല് അവിടുത്തെ നിത്യസന്ദർശകരായും ഈ തട്ടിപ്പുകളുടെ സംരക്ഷകരായും മാറിയത് എന്നുള്ളതാണ്. ഈ അന്വേഷണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ കാലയളവിലെല്ലാം കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പലരുടെയും വരുമാനത്തിലുണ്ടായ വർധനവ് വരെ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ക്യാമ്പയിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ തന്നെ കാണുന്നുണ്ടാകും, ഏത് ഇഷ്യൂ വന്നാലും അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ മതം നോക്കിയുള്ള പ്രതികരണങ്ങൾ വല്ലാതെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആളുകൾക്ക് വർഗീയത പറയാൻ ഒരു മടിയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതിനെ സമൂഹം ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടില്ലെങ്കിൽ അത് അപകടത്തിലേക്കാണ് പോക്ക്. സംഘപരിവാറിന്റെ അജണ്ടകൾ, തീവ്രവാദ സംഘടനകളുടെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ആയുധവുമായി
ആരുടെയും നിലപാടോ പ്രസ്താവനകളോ മാറരുത് എന്ന് യൂത്ത് കോൺഗ്രസ് പൊതുസമൂഹത്തിൽ ഇടപെടുന്നവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ക്യാമ്പയിന് പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും യുവജനങ്ങളുടെയും പരിപൂർണമായ പിന്തുണ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.